ഇന്ത്യ തേജസ് വിമാനങ്ങൾ വാങ്ങുന്നു എന്നുള്ള ഒരു വിവരം പുറത്തു വരുന്നു. അതായത് ഒരു റഫേൽ വാങ്ങുന്നതിന്റെ പൈസയ്ക്ക് നമുക്ക് 4 തേജസ് വിമാനങ്ങൾ വാങ്ങാമെന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു ലക്ഷ്യം കാണാതെ ഇന്ത്യ ഇത്രത്തോളം തേജസ് വിമാനങ്ങൾ വാങ്ങില്ലല്ലോ. ലക്ഷ്യം ഒന്നേ ഉള്ളൂ. കാര്യം ഇന്ത്യക്ക് യുദ്ധവിമാനങ്ങളുടെ എണ്ണം ഇത്തിരി പരിമിതമാണ് നിലവിൽ. നമുക്ക് 42 സ്ക്വാഡ്രൺ വിമാനങ്ങൾ വേണം എന്നുള്ളതാണ് കണക്ക്. സ്ക്വാഡ്രൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്വാഡ്രണിൽ ഒരു 20-25 വിമാനങ്ങളും പരിശീലന വിമാനങ്ങളും അടക്കം ഉള്ള ഒരു സംഘത്തെയാണ് ഒരു സ്ക്വാഡ്രൺ എന്ന് വിളിക്കുക. അങ്ങനെ 42 സ്ക്വാഡ്രൺ വേണ്ട സ്ഥാനത്ത് ഇന്ത്യക്ക് നിലവിലുള്ളത് 31 സ്ക്വാഡ്രണാണ്. അതായത് ഇന്ത്യ ചൈന യുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും മോശം അവസ്ഥയിലാണ് ഇന്ത്യൻ വ്യോമസേന ഉള്ളത്. അപ്പോൾ അതിൽ നമ്മുടെ മിഗ് വിമാനങ്ങൾ ഇപ്പോൾ റിട്ടയർ ചെയ്യാൻ പോവാണ് കാലപ്പഴക്കം കൊണ്ട്. മിഗ് ബൈസൺ എന്ന് പറയും. ആ വിമാനങ്ങൾ റിട്ടയർ ചെയ്യുമ്പോൾ നമ്മുടെ സ്ക്വാഡ്രണുകളുടെ എണ്ണം 29 വീണ്ടും കുറയും. അപ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ ഒട്ടും അനുവദിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ ഈ ഒരു കുറവ് പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മൾ തേജസ് യുദ്ധവിമാനങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് തന്ത്രപരമായി വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇപ്പം നിലവിൽ നമുക്ക് ഏതാണ്ട് 180 തേജസ് വിമാനങ്ങൾ കൂടി വേണം എന്നുള്ളതാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഓർഡർ. നിലവിൽ നമ്മുടെ കയ്യിൽ 40 എണ്ണം ഉണ്ട്. അതിൽ 38 എണ്ണം യുദ്ധാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതും 2 എണ്ണം 2 സീറ്റുള്ള പരിശീലന വിമാനവുമാണ്. അങ്ങനെ ഇത് 2006 മാർച്ചിലാണ് ആദ്യത്തെ 20 എണ്ണം കിട്ടിയത്. പിന്നീട് 2010 കൂടി വീണ്ടും ഒരു 20 എണ്ണം കിട്ടി. അങ്ങനെ മൊത്തം 40 വിമാനങ്ങൾ തേജസ് വിമാനങ്ങൾ, അതായത് തേജസ് MK1 എന്ന് പറയുന്ന സീരീസിൽപ്പെട്ട വിമാനങ്ങൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ഇതിൽ ഏതാണ്ട് 50% നമ്മുടെ ഇന്ത്യ തദ്ദേശീയമായിട്ട് ഉണ്ടാക്കിയ സാധന സാമഗ്രികൾ വെച്ചാണ് ഈ MK1 നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് നമ്മുടെ GE എന്ന് പറയുന്ന അമേരിക്കൻ നിർമ്മിത എൻജിൻ നിർമ്മാണ കമ്പനിയുടെ എൻജിനാണ് അതിനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമ്മുടെ ഈ തേജസ് വിമാനങ്ങൾ കൃത്യമായി പറഞ്ഞ 1980-ലാണ് നമ്മൾ തദ്ദേശീയമായിട്ടുള്ള വിമാനങ്ങൾ വേണം എന്നുള്ളൊരു ആലോചന തുടങ്ങിയത്. അന്ന് മുതലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രക്രിയകൾ ആരംഭിച്ചത്. അപ്പോൾ നമ്മൾ ഈ തേജസ് MK1 എന്ന് പറയുന്ന ശ്രേണിയിൽപ്പെട്ട 40 വിമാനങ്ങൾ നിർമ്മിച്ചതിന് ശേഷം ഏതാണ്ട് 2021 നമ്മൾ 83 തേജസ് വിമാനങ്ങൾ കൂടി ഓർഡർ കൊടുത്തു. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡാണ് ഇത് നിർമ്മിക്കുന്നത്. അപ്പോൾ മൊത്തം 48,000 കോടി രൂപയുടെ കരാറാണ്. അപ്പോൾ ഇത് പ്രകാരം നമുക്ക് കഴിഞ്ഞ 2024 ഫെബ്രുവരിയിലാണ് ഈ വിമാനങ്ങൾ നമുക്ക് കിട്ടേണ്ടിയിരുന്നത്. പക്ഷേ ഇത് നിർമ്മിക്കാൻ ആവശ്യമായ വിമാന എഞ്ചിനുകൾ സമയത്ത് കിട്ടാത്തതിൻ്റെ പേരിൽ ഇതിൻ്റെ ഡെലിവറി നീണ്ടു പോകുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ നിലവിൽ നമുക്കത് കിട്ടിയേ പറ്റൂ എന്നുള്ളൊരവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ്. കാരണം നമ്മുടെ മിഗ് വിമാനങ്ങൾ റിട്ടയർ ചെയ്യുന്നു. അതിന് പകരം വയ്ക്കാൻ ഇപ്പോൾ നമ്മുടെ കയ്യിൽ വിമാനങ്ങളില്ല. അപ്പോൾ നമുക്ക് നിലവിൽ ഏതാണ്ട് 12ഓളം തേജസ് MK1A, അത് പുതിയ വിഭാഗത്തിൽപ്പെട്ട വിമാനങ്ങളാണ്. അതിൻ്റെ ഏതാണ്ട് 65% സാമഗ്രികൾ തദ്ദേശീയമായിട്ടുള്ളതാണ്. അങ്ങനെ 12 തേജസ് MK1A ഇപ്പോൾ സജ്ജമായിട്ടുണ്ട്. അതിൽ 6 എണ്ണം ഉടനെ തന്നെ വ്യോമസേനയ്ക്ക് കൈമാറും എന്നുള്ള വിവരമാണ് വരുന്നത്. പക്ഷേ എന്നിരുന്നാലും ഈ പറയുന്ന വിമാന എഞ്ചിനുകൾ വിട്ട് കിട്ടുന്നതിന് ഇപ്പോഴും സാങ്കേതിക തടസ്സമുണ്ട്. പല കാരണങ്ങൾ പറഞ്ഞാണ് GE എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനി ഇന്ത്യക്ക് വിമാന എഞ്ചിനുകൾ തരാതിരുന്നത്. അതിൽ ഏതാണ്ട് ജൂലൈ 2025 2 എഞ്ചിൻ മാത്രമാണ് GE തന്നത് കുറേ കാലത്തിന് ശേഷം. ഈ മാർച്ച് 2026 12 എഞ്ചിനുകൾ കൂടി നമുക്ക് കിട്ടും എന്നുള്ള വിവരവും നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഈ വിമാനങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസം മുമ്പ് നമ്മളൊരു 97 തേജസ് വിമാനങ്ങൾക്ക് കൂടി ഓർഡർ കൊടുത്തിട്ടുണ്ട്. 62,000 കോടിയാണ് അതിനുവേണ്ടി അനുവദിച്ചത്. അങ്ങനെ മൊത്തം 180 തേജസ് വിമാനങ്ങളാണ് നമ്മുടെ വ്യോമസേനയ്ക്ക് വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിക്കുന്നത്. ഈ 180 വിമാനങ്ങളുടെയും നിർമ്മാണം 2031-32 കാലയളവിനുള്ളിൽ പൂർത്തിയാക്കാനാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. ഇനി എന്തുകൊണ്ട് തേജസ് എന്നുള്ളത് പ്രസക്തമായ ചോദ്യമാണ്. കാരണം നിസ്സംശയം പറയാം, അത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന വിമാനമാണ്. പക്ഷേ എൻജിൻ മാത്രം നമുക്ക് മറ്റൊരു കമ്പനിയെ ആശ്രയിക്കേണ്ടി വരും. ഒരു പക്ഷേ അതിൻ്റെ ഏറ്റവും അവസാനത്തെ വേരിയൻ്റായ MK2 എന്ന് പറയുന്ന വേരിയൻറ്റ് ചിലപ്പോൾ നമ്മൾ തദ്ദേശീയമായി എൻജിൻ ഉപയോഗിച്ചേക്കാം. ഇപ്പോൾ പറയുന്നത് MK1-ൽ 50% തദ്ദേശീയ സാമഗ്രികളാണ് ഉപയോഗിച്ചതെങ്കിൽ MK1A-ൽ 65% തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു. MK2-ൽ 70 മുതൽ 90% സാമഗ്രികളും തദ്ദേശീയമായിരിക്കും എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ഇടയിലാണ് ഒരു 26 റഫേൽ വിമാനങ്ങൾക്ക് കൂടി ഓർഡർ കൊടുത്തത്. അത് നേവിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ വിമാനവാഹിനി കപ്പലിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിന് 63,000 കോടി രൂപയാണ് ചെലവ് കണക്കാക്കിയത്. പക്ഷേ നമ്മൾ 97 തേജസ് വിമാനങ്ങൾക്ക് ഓർഡർ കൊടുത്തത് ഏതാണ്ട് 62,000 കോടി രൂപയ്ക്ക്. ഒന്ന് ആലോചിച്ച് നോക്കിയേ.
26 വിമാനങ്ങൾ 63,000 കോടി രൂപയ്ക്ക് കിട്ടുന്നു. എന്നാൽ 97 വിമാനങ്ങൾ 62,000 കോടി രൂപയ്ക്ക് കിട്ടുന്നു. അപ്പോൾ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഒരു റഫേൽ വിമാനം വാങ്ങുന്ന കാശ് കൊണ്ട് 4 തേജസ് വിമാനങ്ങൾ വാങ്ങാം. ഇത് രണ്ടും 4.5 ജനറേഷൻ വിമാനങ്ങളാണ്. അതായത് 5ാം തലമുറ വിമാനങ്ങളല്ല, അതിന് താഴെയുള്ള ജനറേഷൻ വിമാനമാണ് ഈ തേജസും അതേപോലെ തന്നെ റഫേലും. പ്രകടമായ വ്യത്യാസം എന്തെന്നാൽ ഈ റഫേൽ ഇരട്ട എഞ്ചിനുള്ള ഒരു ഫൈറ്റർ ജെറ്റാണ്. വളരെ ദീർഘദൂരം സഞ്ചരിച്ച് ശത്രു രാജ്യത്ത് കടന്നു കയറി എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫൈറ്റർ ജെറ്റാണ് റഫേൽ. പക്ഷേ തേജസ് എന്ന് പറയുന്ന ഒരു ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആണ്. അത് ഇതിന് അധിക ദൂരം ശത്രു രാജ്യത്തോട്ടൊന്നും കടന്നു ചെന്ന് യുദ്ധം ചെയ്യാനൊന്നും ചിലപ്പോൾ തേജസ്സിന് പറ്റിയെന്ന് വരില്ല. പക്ഷേ ഒരു ഡോഗ് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ശത്രു രാജ്യത്തിൻ്റെ വിമാനങ്ങളെ നേർക്ക് നേർ നിന്ന് നേരിടുന്നതടക്കമുള്ള യുദ്ധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് ഈ പറയുന്ന തേജസ് വിമാനങ്ങൾ. ഈ റഫേൽ നമ്മൾ 26 വാങ്ങുന്നത് നേവിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ അത്തരത്തിൽ നേവിക്ക് വേണ്ടിയിട്ടുള്ള തേജസ് വിമാനങ്ങൾ നമ്മൾ സജ്ജമാക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിൽ നമ്മൾ പൂർണ്ണമായും ഒരു വിദേശ രാജ്യത്തെ ആശ്രയിച്ച് വിമാനങ്ങൾ വാങ്ങുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ഭീമമായ തുക ചെലവഴിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇത്രയും വില കുറയുന്നതെന്ന് നിസ്സംശയം പറയാം. കാരണം നമ്മൾ വിദേശ രാജ്യത്ത് നിന്ന് കൊണ്ടുവരുമ്പോൾ നമ്മൾ അവരുടെ കറൻസിയിൽ പണം മുടക്കേണ്ടി വരുന്നു എന്നുള്ളതും നമുക്ക് ഒരു പ്രശ്നമാണ്. കാരണം നമ്മുടെ ഇന്ത്യയുടെ ഡോളർ റിസർവിനെയൊക്കെ ആശ്രയിച്ചാണ് ഇത്തരം ഭീമമായ പ്രതിരോധ കരാറൊക്കെ വരിക. അപ്പോൾ ഇത്തരത്തിൽ തദ്ദേശീയമായിട്ട് തന്നെ തേജസ് വിമാനങ്ങൾ നമ്മൾ നിർമ്മിച്ച് ഇന്ത്യക്ക് വേണ്ടി ഉപയോഗിക്കുക എന്ന് പറയുന്ന രാജ്യത്തിന് വളരെ അഭിമാനകരമായ കാര്യത്തിനപ്പുറം നമ്മുടെ നിരവധിയായ ഗവേഷണ സ്ഥാപനങ്ങൾക്ക് പുതിയ അവസരങ്ങൾ കിട്ടുന്നു. നിരവധി എഞ്ചിനീയർമാർക്ക് പുതിയ തൊഴിൽ കിട്ടുന്നു. ഇത്തരം കാര്യങ്ങളാണ് പോകുന്നത്. അപ്പം നിലവിൽ നമ്മൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അവരുടെ ഉൽപ്പാദനം ഗണ്യമായി കൂട്ടിയിട്ടുണ്ട്. നിലവിൽ 2 പ്ലാന്റുകൾ 2 ലൈനുകളെന്നാണ് ഈ ഫാക്ടറികൾ അവർ പറയുക. അപ്പോൾ പുതിയ സാഹചര്യത്തിൽ ഒരു ലൈൻ കൂടി ഒരു മൂന്നാമതൊരു ഉൽപ്പാദനശാല കൂടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആരംഭിച്ചിട്ടുണ്ട്. വരുന്ന മുറയ്ക്ക് ഒരു 4ാമത്തെ ഉൽപ്പാദനശാല കൂടി ആരംഭിച്ച് ഈ വിമാനങ്ങളുടെ നിർമ്മാണം ദ്രുതഗതിയിലാക്കാനായിട്ടുള്ള തീരുമാനമാണ് വന്നേക്കുന്നത്. പക്ഷേ നമുക്കിപ്പോഴും 2031-32 കാലയളവ് വരെ കാത്തിരിക്കണം ഈ 180 വിമാനങ്ങൾ കൂടി നമ്മുടെ വ്യോമസേനയുടെ ഭാഗമാകാൻ എന്നത് തീർച്ചയായിട്ടും നമുക്ക് ഒരു വെല്ലുവിളിയാണ്. പക്ഷേ ആ ഒരു കാലയളവ് പരിഹരിക്കാനായിട്ട് നമുക്കിപ്പോൾ ഫ്രാൻസിൽ നിന്ന് 26 റഫേൽ വിമാനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇതിനിടയിൽ തന്നെ നമ്മൾ റഷ്യയിൽ നിന്ന് നമ്മുടെ 5ാം തലമുറ വിമാനങ്ങൾ കൂടി ഇങ്ങോട്ട് എത്തിച്ചേക്കും, സുഖോയ് 57. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ തേജസ് എന്ന് പറയുന്നത് ഇന്ത്യ തദ്ദേശീയമായി ഇന്ത്യൻ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ളത് കൊണ്ട് അതിന് കുറവൊന്നുമില്ല. അത് നമുക്ക് സാമ്പത്തികമായ ലാഭമാണ്. ഓപ്പറേഷൻ സിന്ദൂറിലടക്കം നമ്മുടെ തേജസ് യുദ്ധവിമാനങ്ങൾ പങ്കെടുത്ത് അതിൻ്റെ മികവ് തെളിയിച്ചതാണ്. മറ്റു പല രാജ്യങ്ങൾക്കും നമ്മളെപ്പോലെ തന്നെ മറ്റു പല രാജ്യങ്ങൾക്കും തേജസ് വിമാനങ്ങളിൽ നല്ല മതിപ്പുണ്ട്. അപ്പോൾ വരുന്ന നാളുകളിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിനും തേജസിനും നല്ല കാലം തന്നെ ആയിരിക്കുമെന്ന് അടിവരയിട്ട് പറയാം.